നമസ്കാരം. മണി മാജിക്കിലേക്ക് സ്വാഗതം. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, കടം വീട്ടാൻ എന്തെങ്കിലും എളുപ്പമാർഗ്ഗമുണ്ടോ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചില മാർഗ്ഗങ്ങളിലൂടെ ഇത് പറ്റുമോ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കടം നമുക്കുണ്ട്, അല്ലെങ്കിൽ അത് കടം വീട്ടാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും എന്നൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഈ കടത്തിനൊരു കുഴപ്പമാണ്. നമ്മൾ ഒരു പ്രാവശ്യം കടമെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി മാറും. വീണ്ടും വീണ്ടും കടമെടുക്കാനുള്ള ഒരു ത്വര നമ്മളിലുണ്ടാകും. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പേഴ്സണൽ ലോണിനെ പറ്റിയോ അല്ലെങ്കിൽ ഗോൾഡ് ലോണിനെ പറ്റിയോ ഒക്കെ നമുക്ക് ചിന്തിക്കും. കയ്യിലൊരു അല്പം ഗോൾഡ് ഇരുന്നാൽ പോലും എന്തൊരു ആവശ്യം വന്നാൽ നമ്മൾ പെട്ടെന്ന് ഈ ഗോൾഡ് എടുത്ത് പണയം വെച്ചിട്ട് കാര്യം നടത്താമെന്ന് വിചാരിക്കും. അത്തരത്തിൽ ഇതൊരു ഹാബിറ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കടം ഒഴിവാക്കണം എന്ന് തന്നെ നമ്മൾ പ്രധാനമായും തീരുമാനിക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ചെറിയൊരു എമർജൻസി ഫണ്ടിനുള്ള ഒരു ഒരുക്കം തുടങ്ങുക. ചെറിയ എമൗണ്ട് വീതം ഒരു എമർജൻസി ഫണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തേലും സാലറിക്ക് തുല്യമായ തുകയിലും കണ്ടെത്താനുള്ള ശ്രമിക്കുക. സാലറിക്ക് തുല്യമായ തുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മാസത്തെ എക്സ്പെൻസ് മാക്സിമം കവർ ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഒരു എമൗണ്ട് കരുതാനായിട്ട് ആദ്യം ശ്രമിക്കുക. ഇനി അതിനനുസരിച്ച് നമുക്ക് കടത്തിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറവുള്ളത്, കാലാവധി കൂടുതലുള്ളത്, കാലാവധി കുറഞ്ഞത്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ലോൺ, പേഴ്സണൽ ലോൺ, ഗോൾഡ് ലോൺ, ഹോം ലോൺ, കാർ ലോൺ, ഇങ്ങനെയുള്ള ഓരോ ലോൺ വീതം നമ്മൾ തരംതിരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കാലാവധിയും എല്ലാം വളരെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അതിനുശേഷം പല മെത്തേഡുണ്ട് കടം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെറിയ കടങ്ങൾ ആദ്യം തീർക്കുക. അപ്പോൾ അത്തരത്തിൽ ഓരോ കടം തീരുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുകയും ആ ചെറിയ കടം തീർത്ത ആ തുകയ്ക്ക് മറ്റുള്ള കടത്തിലേക്ക് ഈ എമൗണ്ട് അലോക്കേറ്റ് ചെയ്ത് അത് അടച്ചു തീർക്കുകയും ചെയ്യുക. അതൊരു മെത്തേഡാണ്. ഇനി മറ്റൊരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ ആദ്യം അടച്ചു തീർക്കുക. ഈ ക്രെഡിറ്റ് കാർഡ് പോലുള്ള ലോണുകൾ ആദ്യം അടച്ചു തീർക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ പലിശയുടെ ഭാരം നമുക്കൊന്ന് കുറഞ്ഞിരിക്കും. അത്തരത്തിൽ മാനേജ് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ലോൺ അടച്ചു തീർക്കാം. അതുകൂടാതെ തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. കാരണം നമ്മൾ വീണ്ടും കടമെടുക്കുന്ന ഒരുപക്ഷെ ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അത്തരത്തിലായിരിക്കാം. അത്തരത്തിലൊരു ഹോസ്പിറ്റൽ ബില്ലിനെയൊക്കെ ഫലപ്രദമായി നേരിടാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് അനുയോജ്യമായി മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണം കണ്ടെത്തുക. മറ്റൊന്ന് റിട്ടയർമെൻറ്റാണ്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-20 വർഷം കൊണ്ട് ഒരു 1000 രൂപയൊക്കെ വെച്ച് മാസം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഒരു തുകയായിട്ട് അത് കണ്ടെത്തി റിട്ടയർമെൻറ്റ് സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടി ചെറിയൊരു മാറ്റം ഈ കടം തീരുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടെത്തുക. അതുപോലെ തന്നെ കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം എഡ്യൂക്കേഷൻ ലോൺ തുടങ്ങുന്നു നമ്മുടെ ഒരു ലോണിലേക്കുള്ള ഒരു ആദ്യ ചുവട്. എഡ്യൂക്കേഷൻ ലോൺ കഴിഞ്ഞ് ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ, പിന്നെ കൂടാതെ ക്രെഡിറ്റ് കാർഡ് കിട്ടി, അങ്ങനെയാണ് നമ്മളുടെ കടം വർദ്ധിച്ച് വരുന്നത്. ഇത് റിട്ടയർമെൻ്റ് ആകുമ്പോൾ അതിനുള്ള പണം കണ്ടെത്താനാവാതെ വീണ്ടും അടുത്ത തലമുറ എഡ്യൂക്കേഷൻ ലോണിലേക്ക് കാലെടുത്ത് വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതൊരു കൃത്യമായ പ്ലാനിങ്ങിൽ ചെറിയൊരു എമൗണ്ട് ആയാലും ദീർഘകാലത്തേക്ക് ഇങ്ങനെ കൃത്യമായി അലോക്കേറ്റ് ചെയ്ത് ആദ്യം പറഞ്ഞ പോലെ ചെറിയ കടങ്ങൾ ആദ്യം തീർത്ത് ബാക്കിയുള്ള കടം ക്രമാനുഗതമായി തീർക്കുന്ന ഒരു രീതിയോ, അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് കൂടിയ ലോണുകൾ ആദ്യം അടച്ചു തീർക്കുന്ന ഒരു രീതിയോ, നമുക്ക് പറ്റിയ രീതിയിൽ നമുക്ക് ഏത് മാർഗ്ഗമാണോ ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് നമുക്ക് കടത്തിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഒരു അസറ്റ് നമുക്കിപ്പോൾ ഉപയോഗിക്കാത്ത ഒരു അസറ്റ് വിറ്റിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ ചെറിയ കടങ്ങൾ വീട്ടിൽ തുടങ്ങി ആ കടത്തിൽ നിന്ന് മുക്തമായി ആകാൻ നമുക്ക് സാധിക്കും.